നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗ്രീഡ് സാറാണ്. +1 ഫിസിക്സിൻ്റെ പരീക്ഷയാണ് 21-ാം തീയതി അല്ലേ. നമുക്ക് +1 ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് എല്ലാവർക്കും അറിയാം ഫിസിക്സ് നല്ല ടഫാണ്. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈമുമായിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട്. നമുക്ക് റിസർച്ച് പരീക്ഷയാണ് നടക്കുന്നത്. ഇതിനകത്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. എളുപ്പമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യൻസും മാത്രം നിങ്ങൾ 100% പഠിച്ചുകൊണ്ട് പോയാൽ മതി. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ളവരൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നിട്ട് ഞാൻ ആദ്യത്തെ 4 ചാപ്റ്ററുടെ ഫസ്റ്റ് ടൈമാണ്. ആദ്യത്തെ 4 ചാപ്റ്റർ, ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് നമുക്ക് ഫസ്റ്റ് ടൈം വരുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ടോപ്പിക്സ് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. ഒരു 20 മുതൽ 25 മാർക്ക് ഉറപ്പിക്കുക. ഈ 4 ചാപ്റ്റർ, ആദ്യത്തെ 4 ചാപ്റ്റർ ഏതൊക്കെയാണ്? 4 ചാപ്റ്റർ: യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ. ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. +1 ഫിസിക്സിനകത്ത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനകത്ത് ലൈറ്റ് ഇയറും അസ്ട്രോണമിക്കൽ യൂണിറ്റും ജസ്റ്റ് ഒന്ന് പഠിക്കുക. വാട്ട് ഈസ് മീൻ ബൈ ലൈറ്റ് ഇയർ, വാട്ട് ഈസ് മീൻ ബൈ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തോളാം. ഇത് പഠിച്ചുകൊണ്ട് പോവുക. 1 ലൈറ്റ് ഇയർ എത്രയാണ്, 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് 1 AU എത്രയാണെന്ന് നോക്കിയിട്ട് പോവുക. ഡയമെൻഷൻസ് ഒരു 15 എണ്ണം പഠിക്കണം. അത് നിർബന്ധമാണ്. കാരണം ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഡയമെൻഷൻ എന്ന് പറയുന്നതാണ്. ഡയമെൻഷൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു കാര്യം പോലും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 15 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്, ഏരിയ, വോളിയം ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡെൻസിറ്റി, ഫോഴ്സ്, വെലോസിറ്റി, സ്പീഡ്, പ്രഷർ, ഇങ്ങനെയുള്ളൊരു 15 ഡയമെൻഷൻസ് പഠിച്ചിരിക്കണം. പേഴ്സ് പഠിച്ചിരിക്കണം. പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സെയിം ഡയമെൻഷൻ വരുന്നു. ഇപ്പം വെലോസിറ്റി ഡയമെൻഷൻ L(T)−1 ആണ്, സ്പീഡിൻ്റെ L(T)−1 ആണ്, വർക്കിൻ്റെ mL²T)−2 ആണ്, എനർജിയുടെ mL²T)−2 ആണ്. ഇതേ ഒരേ ഡയമെൻഷൻ വരുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം നമുക്ക് എന്തെന്ന് പറയാം? പേഴ്സ് എന്ന് പറയാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. പിന്നെ യൂസസ് ഓഫ് ഡയമെൻഷൻ, എന്തായാലും ഡയമെൻഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ യൂസസ് പഠിക്കണം. അതായത് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഡയമെൻഷൻ ഉപയോഗിച്ച്. ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻറ്റു അനദർ, അതിന് ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. ടു ഡിറൈവ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതായത് T=2π√L/g ഇങ്ങനെയുള്ള ഇക്വേഷൻ ഡയമെൻഷൻ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് ഓഫ് ഡയമെൻഷൻസ് നോക്കിക്കൊണ്ട് പോവുക. ലിമിറ്റേഷൻസ് നമുക്ക് അറിയാവുന്ന ലിമിറ്റേഷനൊക്കെ തന്നെയാണ്. അതായത് 2 or 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൂടുതലാണെങ്കിൽ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടാണ്. ആംഗിളിനും സ്ട്രെയിനും നമ്പേഴ്സിനും ട്രിഗണോമെട്രി റേഷ്യോസിനും ഒന്നും എന്തില്ല, ഡയമെൻഷൻസ് ഇല്ല. അതുപോലെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിക്ക്, K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല. ഇതൊക്കെ ലിമിറ്റേഷൻസ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പറയണം. കാരണം എനിക്കത് കഴിഞ്ഞ വട്ടത്തെ ക്രിസ്മസ് വൈസ് പരീക്ഷയാണോ കഴിഞ്ഞ വട്ടത്തെ മോഡൽ എക്സാം ആണോ എന്ന് അറിയത്തില്ല. വാട്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എല്ലാവരും പെട്ടുപോയി. എല്ലാവരും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വട്ടം നിങ്ങൾ അതുകൂടെ അങ്ങ് പഠിച്ചുകൊണ്ട് പോയിക്കോളുക. വാട്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആക്യുറസി നിശ്ചയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. പിന്നെ റൂൾസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇപ്പം 23 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 2. 0.001 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര ഉണ്ട്? 1. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോവുക. വാട്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അങ്ങ് പഠിച്ചുകൊണ്ട് പോകുമോ? കുഴപ്പമില്ല. പിന്നെ ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ, ഇപ്പം ഇഫ് x = a+bt+ct², അതിനകത്ത് ബിയുടെയും സിയുടെയും യൂണിറ്റും ഡയമെൻഷൻ എങ്ങനെ? m ഒരു ബോയ് അതിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കുന്നില്ല, ഈ ബോയ് റീകോൾ ചെയ്തിട്ട് ഇതാണ് ഇക്വേഷൻ. m m0/√1 - v². എവിടാണ് c പുട്ട് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നമ്മുടെ നോട്ടിനകത്ത് തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഡയമെൻഷൻ അടിപൊളി. ഇത്രയും ടോപ്പിക്ക് നോക്കണം. ഇതിനകത്ത് നമുക്ക് ഒന്നും കളയാൻ പറ്റത്തില്ല. അത് ക്രിസ്മസ് പരീക്ഷയാണെങ്കിലും ഒന്നും നമുക്ക് കളയാനില്ല. അടുത്ത നമ്മൾ മോഷനെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നില്ല. ഓക്കെ, പഠിച്ചുകൊണ്ട് പോകണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് മോഷനെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ പാഠത്തിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോവുക. ഇത് പക്ഷേ നോക്കിക്കൊണ്ട് പോയിരിക്കണം. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അയ്യോ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ്, ഇത് ഞങ്ങൾക്ക് വലിയ പാടാണോ കുഞ്ഞുങ്ങളെ എന്നൊക്കെ ചോദിച്ചാൽ എഴുതാൻ തന്നെ നമ്മുടെ പേനയുടെ മുമ്പത്തൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം നോക്കിക്കൊണ്ട് പോകണം. സ്പീഡും വെലോസിറ്റി തമ്മിലുള്ള ഡിഫറൻസ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ന്യൂട്ടൻ്റെ ഡെറിവേഷൻസ്, ഇക്വേഷൻസ് ഓഫ് മോഷൻ, അതായത് v = u+at, s = ut + ½ at², v² = u² + 2s, ഇങ്ങനെയുള്ള ഡെറിവേഷൻസ് എല്ലാം നോക്കിക്കണം. ഈ 3 എണ്ണം നോക്കിക്കൊണ്ടാണ്. വെലോസിറ്റി ടൈം റിലേഷൻ, ഓരോന്നിനും പറയുന്ന പേരാണ്. പൊസിഷൻ ടൈം റിലേഷൻ, വെലോസിറ്റി പൊസിഷൻ വെലോസിറ്റി റിലേഷൻ, ഈ 3 റിലേഷൻ നോക്കിക്കൊണ്ട് പോകണം. അതുപോലെ തന്നെ s = ut + ½ at² ഗ്രാഫിക്കലി
എന്നിട്ട് നമ്മൾ ഡെറിവേഷൻ എഴുതാനല്ല, ഗ്രാഫ് വരച്ചത് പ്രൂവ് ചെയ്യുന്ന പഠിച്ചിരിക്കണം. എസിസിക്കൽ ലിവിറ്റി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഗ്രാഫിക്കലി പഠിക്കണം. പിന്നെ ഇത് നോക്കിക്കൊണ്ടൊന്ന് പോക്കണം, കാരണം ചോദിച്ചാൽ പലപ്പോഴും പാടുന്നതാണ്. പൊസിഷൻ ഡയഗ്രാഫും വെലോസിറ്റി ഡയഗ്രാഫിൻ്റെയും യൂസസ്, പൊസിഷൻ ഡയഗ്രാഫിൻ്റെ ടാൻജൻറ്റിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ സ്ലോപ്പിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ യൂസസ് പഠിച്ചുകൊണ്ട് പോവുക. വെലോസിറ്റി ഡയഗ്രാഫും പഠിച്ചുകൊണ്ട് പോവുക. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് പഠിക്കുക. അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും, എസിസിക്കൽ യു സ്ക്വയർ ബൈ 2a. അതിനോടൊപ്പം നിങ്ങൾ ഈ ഒരു ടേം കൂടെ പഠിക്കുക, റിട്ടാർഡേഷൻ. നെഗറ്റീവ് ഓഫ് ആക്സലറേഷനെ പറയുന്ന പേരാണ് എന്ത്, റിട്ടാർഡേഷൻ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോവുക. ഏതിനകത്തുനിന്ന്? സെക്കൻഡ് ചാപ്റ്ററിൽ. അന്നേരം 2 ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ കിടുകാച്ചൊരു ചാപ്റ്റർ ഉണ്ട്. എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇത്രയും പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ഓക്കെ, അടുത്ത നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിനിലേക്കാണ്. അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ചാപ്റ്ററാണിത്. അന്നേരം നമുക്ക് വേണ്ടത് പഠിച്ചിരിക്കണം. സ്കെയിലാർ ക്വാണ്ടിറ്റീസ്, വെക്ടർ ക്വാണ്ടിറ്റീസ്. ഇത് മോഷൻ്റെ സ്ട്രേറ്റ് ലൈൻ എന്നും ചില ടീച്ചർമാർ പഠിപ്പിക്കും. ഇതിനകത്ത് എന്തോ പഠിക്കണമെന്ന് അറിയാം. നിങ്ങൾ കുറേ ക്വാണ്ടിറ്റീസ് പഠിക്കുക. അപ്പോൾ ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ. ക്ലാസിഫൈ ചെയ്ത് ഇൻറ്റു സ്കെയിലാർ ആൻഡ് വെക്ടർ. അവിടെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. പക്ഷേ അതിനെ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അത് നിങ്ങൾ ഓർത്തോണം, പബ്ലിക് എക്സാമിന് ഓർത്തോണം. ഓക്കെ, പിന്നെ സീറോ വെക്ടർ നമ്മൾ പുച്ഛമായിട്ട് കാണുന്ന സീറോ വെക്ടർ, വേറെ എന്തൊക്കെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്, മോഡുലസ് ഓഫ് എ വെക്ടർ. ഇതിനകത്തൊക്കെ സീറോ വെക്ടർ വലിയ കാര്യമാണ്. സീറോ വെക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ട്രയാങ്കിൾ ലോ, പാരലോഗ്രാം ലോ. ട്രയാങ്കിൾ ലോയും പാരലോഗ്രാം ലോ അതുപോലെ നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഈ പാരലോഗ്രാം ലോയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ 100 വട്ടം പറഞ്ഞാലും ചില കുട്ടികൾ അത് പഠിച്ചുകൊണ്ട് പോകത്തില്ല. എളുപ്പമുള്ളൊരു ചോദ്യമാണ്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. R = √(p² + q² + 2pq cos θ). സ്കൂളിൽ എയും ബിയും ചേർത്താണെങ്കിൽ R = (a² + b² + 2ab cos θ). അത് പഠിക്കണം. പിന്നെ മാഗ്നിറ്റ്യൂഡ് tan α = q sin θ / p + q cos θ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനാണ് ഇപ്പം പറഞ്ഞത്. tan α മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഡിറൈവ് ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നെ എന്താണ് പ്രൊജക്റ്റൈൽ, വാട്ട് ഈസ് എ പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞ് പഠിക്കണം. ഡെറിവേഷൻസ്, മാക്സിമം ഹൈറ്റിൻ്റെ, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെയും ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെയും ഡെറിവേഷൻസ് പഠിച്ചോണം. പ്രോബ്ലംസ് മസ്റ്റായിട്ടും പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. ഡെറിവേഷൻ പഠിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നു, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. V = r ω. ലീനിയർ വെലോസിറ്റി V = r ω. അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആംഗുലർ ആക്സലറേഷൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഡെറിവേഷൻ ആയിട്ടാണ്. A = r∝. ഇത് രണ്ടും പഠിച്ചുകൊണ്ട് പോകണം. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഒന്നും വലിയ സമയം എടുക്കത്തില്ല. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഡെറിവേഷൻ പഠിച്ചുകൊണ്ട് പോവുക. A = r ω² എന്ന് പറഞ്ഞ ഡെറിവേഷൻ കൂടെ പഠിച്ചുകൊണ്ട് പോവുക. ഇത്രയും ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ്. ഇതിനകത്തൊന്നും നമുക്കൊന്നും കളയാനില്ല. കാരണം ഇത് വളരെ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിൽ ഒന്നാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഇനി നമുക്ക് ലോസ് ഓഫ് മോഷൻ, അത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഇത് പഠിച്ചുകൊണ്ട് പോവുമല്ലോ, ഉറപ്പാണേ. അടുത്തത് ലോസ് ഓഫ് മോഷൻ, മറ്റൊരു ഏറ്റവും വെയിറ്റ് ഉള്ളൊരു ചാപ്റ്ററാണ്. പലർക്കും സ്റ്റേറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഞങ്ങളെല്ലാം അറിയാം എന്ന് വിചാരിക്കുന്നതാണ്. അവിടെയും പാളിച്ച് പറ്റും. നിങ്ങൾ നന്നായിട്ട് ലോ പഠിച്ചുകൊണ്ട് പോവുക. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. എവരിബഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഫസ്റ്റ് ലോ, rate of change of momentum is directly proportional to the unbalanced external force acts on it and it takes place in the direction of force. Second law, to every action there is an equal and opposite reaction. Third law, അത് പഠിച്ചുകൊണ്ട് പോവുക. ഫസ്റ്റ് ലോ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെ? ഫോഴ്സും ഇനേർഷ്യയും. സെക്കൻഡ് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 ഫാക്ടേഴ്സ് മൊമെന്റവും ഇമ്പൾസും. തേർഡ് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഈ റീകോയിൽ ഓഫ് എ ഗൺ. നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ പ്രോബ്ലം പഠിച്ചുകൊണ്ട് പോവുക. ഡിഡക്ഷൻ പറഞ്ഞാൽ ഡിഡക്ഷൻ ഓഫ് ഫസ്റ്റ് ലോ ഫ്രം സെക്കൻഡ് ലോ, ഡിഡക്ഷൻ ഓഫ് സെക്കൻഡ് ലോ ഫ്രം തേർഡ് ലോ. ഈ ഡിഡക്ഷൻ ഒന്ന് പഠിച്ചുകൊണ്ട് പോകണം. ചോദിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റാത്തൊരു സാധനമാണ് ഡിഡക്ഷൻ. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. നിങ്ങൾക്കറിയാം, ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ സിസ്റ്റം ദി ടോട്ടൽ ലീനിയർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതിൻ്റെ പ്രൂഫ് പഠിക്കുക. സിമ്പിളാണ്. F = dp/dt. ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് F = 0, 0 = dp/dt. തിരിച്ച് dp/dt = 0, P = a കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് പ്രൂഫ്. പിന്നെ ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. വൈ? ഫ്രിക്ഷൻ്റെ നെസസറി ഈവിൾ എന്ന് പറയാനുള്ള കാരണം ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. അന്നേരം അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഫ്രിക്ഷൻ നെസസറി ഈവിൾ ആണ്. പിന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെയും ആൻറ്റി ഫ്രിക്ഷൻ്റെയും ലോസ്. പിന്നെ ലൂബ്രിക്കൻസ് റെഡ്യൂസ് ഫ്രിക്ഷൻ. സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ഫ്രിക്ഷൻ ആണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്.
ബാങ്കിങ് ഓഫ് റോഡ്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഞാൻ ചാടുന്നത്. ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ ഡെറിവേഷൻ പഠിക്കുക വി സി റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. പിന്നെ മാക്സിമം പെർമിസിബിൾ സ്പീഡിനുള്ള ഡെറിവേഷൻ ഉണ്ട്. വി മാക്സ് ഇസിക്കൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ലോസ് ഓഫ് മോഷനിൽ നിന്ന് പഠിച്ചുകൊണ്ടേ ഉള്ളൂ. ഇത്രയും പഠിച്ചാൽ ഉറപ്പിക്കാം ക്രിസ്മസ് പരീക്ഷയ്ക്കായാലും 25 മാർക്ക് ഇതിൽ നിന്ന് ചോദിക്കും. 20% മാർക്ക്, 20 മുതൽ 25 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇത്രയും പഠിച്ചുകൊണ്ട് പോകണം. അന്നേരം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല മാർക്ക് കിട്ടണമെന്ന് പ്രവർത്തിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.